വിഴിഞ്ഞം വവ്വാമൂലയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. സുലേഖ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇവർ സംഘം ചേർന്ന് കുളിക്കാനിറങ്ങിയപ്പോഴാണോ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. അതിൽ വളരെ ദാരുണമായ ഒരു സംഭവത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം വിഴിഞ്ഞം വവ്വാമൂലയിലാണ് ഈ വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത്. 4 പേരടങ്ങുന്ന സംഘമാണ് കുളിക്കാനായി വെള്ളായണിക്കായലിലെ വവ്വാമൂല എന്ന ഭാഗത്ത് കുളിക്കാനായി ഇറങ്ങിയത്. ഇവരിൽ 4 പേരിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റു 3 പേർക്കും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം നാട്ടുകാർ ഈ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ഒഴുക്കുള്ള ഈ ചതുപ്പുള്ള ഒരു സ്ഥലത്ത് നിന്ന് മുങ്ങിത്താഴുന്ന സമയത്ത് ഈ വിദ്യാർത്ഥിയെ സഹായിക്കാൻ രക്ഷിക്കാൻ വേണ്ടിയാണ് മറ്റു 2 പേർ കൂടി പുഴയിൽ ഇറങ്ങുന്നതും ആ സ്ഥലത്തേക്ക് എത്തുന്നതും. ആ സാഹചര്യത്തിലാണ് ഈ 3 പേരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു സംഭവത്തിലേക്ക് കടക്കുന്നത്. ഇത്തരത്തിൽ ഈ ചതുപ്പുള്ള നിലമാണ് ഈ വവ്വാമൂല ഭാഗത്ത് ചതുപ്പാണ് ഈ വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സംഭവത്തിൽ 4 പേരടങ്ങുന്ന സംഘമാണ് ഈ വിഴിഞ്ഞം ക്രൈസ്റ്റ് നഗർ കോളേജിലെ 4 വിദ്യാർത്ഥികളാണ് ഈ വവ്വാമൂല ഭാഗത്ത് വെള്ളായണിക്കായലിന്റെ വവ്വാമൂല ഭാഗത്ത് കുളിക്കാനായി ഇറങ്ങിയത്. ഇതിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഈ 4-അംഗ സംഘം കുളിക്കാനായാണ് ഈ കായലിൽ എത്തിയത്. പക്ഷേ ഈ കുളിക്കുന്ന സമയത്ത് ചതുപ്പ് ഭാഗത്ത് ആഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞ ആദ്യം എത്തിയ നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിനുശേഷം ഫയർഫോഴ്സും മറ്റും എത്തുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. വിഴിഞ്ഞം ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ 4 പേരും. കുട്ടികൾ ഇന്ന് അവധിയായതിനാൽ ഇത്തരത്തിൽ കുളിക്കാനായാണ് കായലിലേക്ക് എത്തിയത്. പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.